ആത്മബന്ധവും വൈകാരിക ബന്ധവും തമ്മിൽ ചേർത്തിണക്കി നിർത്തേണ്ട കണ്ണികളാണ്. ആത്മബന്ധത്തിൽ നിന്നുമാണ് വൈകാരിക ബന്ധം ഉണ്ടാകേണ്ടത്. ആത്മബന്ധം ശാശ്വതമെങ്കിൽ ആത്മബന്ധമില്ലാത്ത വൈകാരിക ബന്ധം സാഹചര്യങ്ങളിൽ മാത്രം അടിസ്ഥാനപ്പെട്ടിട്ടുള്ളതാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പലർക്കും വൈകാരിക ബന്ധം മാത്രമാണുള്ളത്. അത് നിലനിൽക്കുന്ന ബന്ധമല്ല. ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പനയെപ്പറ്റി യേശു കർത്താവ് പറഞ്ഞതത്രേ. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 37 വാക്യം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ആയതുപോലെ നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ആത്മബന്ധത്തിൽ പൂർണ്ണ ഹൃദയവും പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സും ഉണ്ടായിരിക്കും. അതായത് മുറിച്ചു കളയുവാൻ കഴിയാത്ത ബന്ധം എന്നർത്ഥം. അത് സാഹചര്യങ്ങൾക്കതീതമായ ബന്ധമത്രേ. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട 3 വിധവമാരായ നവോമി, ഓർപ്പ, രൂത്ത് എന്നിവരെ നാം പഴയ നിയമ പുസ്തകത്തിൽ കാണുന്നു. ഇവിടെ ഓർപ്പായ്ക്ക് തൻ്റെ അമ്മാവിയമ്മയായ നവോമിയോട് സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ അത് വെറും വൈകാരിക സ്നേഹം മാത്രമായിരുന്നു. അവൾ ഉച്ചത്തിൽ കരയുന്നു, പൊട്ടിക്കരയുന്നു, നവോമിയെ ചുംബിക്കുന്നു. ഈ സ്നേഹപ്രകടനങ്ങളെല്ലാം വൈകാരിക തലത്തിൽ നിന്നുമുള്ളത് മാത്രമായിരുന്നു. ഒടുവിലത്തെ ഫലമോ? രൂത്തിന്റെ പുസ്തകം 1 അധ്യായം 14 വാക്യം, ഓർപ്പ അമ്മാവിയമ്മയായ നവോമിയെ വിട്ടുപിരിയുന്നു. എന്നാൽ രൂത്തിനെ ശ്രദ്ധിക്കുക. അവൾക്ക് നവോമിയോട് ഉണ്ടായിരുന്നത് വൈകാരിക ബന്ധത്തെക്കാൾ ആത്മബന്ധമായിരുന്നു. അവളും ഉച്ചത്തിൽ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. ഒടുവിലത്തെ ഫലമോ? രൂത്തിന്റെ പുസ്തകം 1 അധ്യായം 14 വാക്യം, രൂത്തോ നവോമിയോട് പറ്റി നിന്നു. രൂത്തിന് നവോമിയോട് ഉണ്ടായിരുന്ന ആത്മബന്ധത്തിൽ നവോമി സേവിച്ചു പോരുന്ന ദൈവത്തെയും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അവൾ എടുത്ത തീരുമാനത്തിൽ ഇങ്ങനെ പറഞ്ഞത്. രൂത്തിന്റെ പുസ്തകം 1 അധ്യായം 16 വാക്യം, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സന്തോഷിക്കുന്നതും പൊട്ടിക്കരയുന്നതും വൈകാരികമാകുന്നതുമൊക്കെ നല്ലതാണ്. എന്നാൽ നമുക്ക് ഒരു ആത്മബന്ധം ദൈവത്തോടില്ല എങ്കിൽ എത്ര തന്നെ സന്തോഷിച്ചാലും എത്ര തന്നെ പൊട്ടിക്കരഞ്ഞാലും യാതൊരു വിശേഷതയും അത് നിമിത്തമുണ്ടാകുന്നില്ല. മുൻപോട്ടുള്ള നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മെ നയിക്കേണ്ടത് ആത്മബന്ധമായിരിക്കണം. അങ്ങനെയെങ്കിൽ നാം മരിച്ച് അടക്കപ്പെടുന്നതുവരെ നമ്മുടെ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുവാനിടയാകും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.